വെറൈറ്റിയാണ് കേട്ടോ. ബെസ്റ്റ് പടം അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടമാണ്. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളുടെ സംഭവം നിങ്ങളുടെ കഥയും കൂടി കേട്ടോ, യൂട്യൂബേഴ്സിന്റെ ഒക്കെ കഥയും കൂടെ എല്ലാവരും കാണണം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. നല്ല ഫിലിമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിലൊക്കെയാണ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. ഇതിൽ ആഗ്രഹിച്ചൊരു ദിലീപ് തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കണ്ടീന്ന് വെള്ളം വന്നത്. ദിലീപേട്ടൻ അടിപൊളിയായിരുന്നു. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പൊളിച്ചു. നല്ലൊരു ഫിലിമാണ്. നമ്മളെ ദിലീപേട്ടനെ തിരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട് സിനിമ. കാരണം ഈ ചാനൽ തുടങ്ങുന്നവര് സത്യാവസ്ഥ മനസ്സിലാക്കി വാർത്തകൾ വിടുക. അതായത് എന്തായാലും ദിലീപേട്ടന് നല്ലൊരു തിരിച്ചുവരവ്, നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമേൻ്റെ നല്ല സന്ദേശങ്ങളുണ്ട്. നല്ല എന്റർടൈൻമെന്റ് ആണ്. അടിപൊളി പടം. ഈ സിനിമ എന്ന് പറഞ്ഞ വലിയ സിനിമയാണ്. ഇനി ഒരുപാട് സ്ക്രീനിൽ നമ്മൾ 100 days ഉറപ്പായിട്ട് ഇത് ഹിറ്റടിക്കുന്ന ഉറപ്പാണ്. നല്ല രീതിയിൽ വരട്ടെ. എല്ലാവരുടെയും ഒരു ശ്രമഫലമാണ് ഈ ഒരു സിനിമ ഉണ്ടാകാൻ സാധിച്ചത്. ഈ പടത്തിന്റെ ഡയറക്ഷൻ ടീം, പ്രത്യേകിച്ച് ഇതിന്റെ അസോസിയേറ്റിനെ ഒന്നും പറയുന്നില്ല. വളരെ സിമ്പിൾ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കാം. സിമ്പിളായിട്ട് പറയുമ്പോൾ മനസ്സിലാണ് അത് ഗ്യാരണ്ടി അല്ലേ. റിപ്പോർട്ടായി എല്ലാവരും പോയി കണ്ടിട്ട് ഇതിന്റെ വിജയം എഴുതി. നിങ്ങൾ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്ത് ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു യൂസും ഇല്ല ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിരിക്കും. എൻ്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊരു സിനിമയാണ്. നമ്മുടെ ഡേ 1 പോലെ ഞാൻ ഫിലിം പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടനെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ ഒരു നല്ല സിനിമ എല്ലാം കറ തീർത്ത ഒരു പക്ക ഫാമിലി എന്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. കണ്ടവരെല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരും സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി എൻ്റർടൈനറാണ്. സോ എല്ലാവർക്കും അച്ഛൻ, അമ്മ, മുത്തശ്ശി വീട്ടിലുള്ള എല്ലാവരും കൊണ്ടുപോയി കാണാം. ധൈര്യത്തിൽ വന്ന് കാണാം. നല്ല റെസ്പോൺസ് ഉണ്ട്. ആക്ച്വലി ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ആൻഡ് യു ക്യാൻ ആസ്ക് സമ്മൺ. എന്നോട് ചോദിക്കുന്നതിനേക്കാളും. ഓക്കെ, താങ്ക് യു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹീസ് വെരി വെരി കൈൻഡ്. ആൻഡ് നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചേട്ടൻ്റെ 150ാമത്തെ പടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെക്കാളും 150 മൈൽസ് ഹീസ് സ്റ്റേയിങ് ദെയർ. സോ എനിക്കത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. സോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഹീസ് വെരി വെരി കൈൻഡ്. ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്ത് കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ആൻഡ് മൈ ടീം, ഷാജി ചേട്ടനും പിന്തു ചേട്ടൻ, എവ്രി വൺ. സോ നെക്സ്റ്റ് മൂവി ഡിസ്കഷനിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. കാരണം അത്രയും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മൂവി സംസാരിക്കുന്നത്. പിന്നെ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി, ദിലീപേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, മാജിക് ഫ്രെയിംസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ബിഗിനിങ്ങിൽ തന്നെ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സ്ക്രിപ്റ്റും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഈവൻ കോമൺ പീപ്പിളും എല്ലാവർക്കും വർക്ക് ആവുന്നൊരു സ്ക്രിപ്റ്റ് കൂടിയാണ്. നല്ല രീതിയിൽ പടം വരട്ടെ. വിഷിംഗ് ലൈക്ക് ബെസ്റ്റ്, ദ ബെസ്റ്റ് ഫോർ മൂവി. ദാറ്റ്സ് ഇറ്റ്.